സ്വപ്നസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് വന്നെത്തിയിട്ടുള്ളത് കാടാമ്പുഴയിലുള്ള മരവട്ടത്തുള്ള ഷറഫുദ്ദീൻ നജ്മത്ത് ദമ്പതികളുടെ 1750 സ്ക്വയർ ഫീറ്റിൽ 31 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ചെയ്ത് ഒറ്റ നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സുന്ദരമായ ഒരു വീടിന്റെ വളരെ സിമ്പിൾ ആയിട്ടും മിനിമൽ ആയിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള അതിസുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞാൻ രാജേഷ് പുറത്തു. വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് വരുമ്പോൾ 3 ബെഡ്റൂമുകളോട് കൂടി നല്ല വിശാലമായ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന ഭാഗത്ത് തന്നെ ലിവിംഗ് സ്പേസിന് നല്ല മനോഹരമായ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള സോഫ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹാളും ലിവിംഗ് സ്പേസും കൂടിയുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത് GI പൈപ്പിലുള്ള ഫ്രെയിം വെച്ചതിന് ശേഷം അതിന്റെ ഔട്ട്സൈഡിൽ PVC ഉപയോഗിച്ചിട്ട്, അതായത് മൾട്ടിവുഡ് ഉപയോഗിച്ച് പാനലിംഗ് ചെയ്ത് സ്ക്വയർ ടൈപ്പിലുള്ള അത് വെച്ചതിന് ശേഷം അതിന് മേളിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ല സുന്ദരമായിട്ടാണ് ഈ ഒരു ഭാഗം പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഈ സിംഗിൾ ഫ്ലോറിലാണെങ്കിൽ കൂടിയിട്ടും ഈ ഒരു വീട്ടിനകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇതൊരു സിംഗിൾ ഫ്ലോർ വീടാണെന്നുള്ള ഫീല് നമുക്ക് തോന്നാത്ത രീതിയിലാണ് ഈ വീടിന്റെ ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നല്ല ഓപ്പൺ ആയിട്ടും അതിവിശാലമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ്, ഒരു ഹാളിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഡബിൾ ഹൈറ്റ് തന്നെ കൊടുത്തിട്ട് നല്ല സീലിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു ഭാഗവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിശാലത ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് ഒരു ബീജ് ടോണിലുള്ള ഒരു പേസ്റ്റൽ കളറായിട്ടാണ് ഇവിടുത്തെ ബോക്സുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ ലോഫ്റ്റ് കൊടുക്കുന്നത് സീലിംഗിലേക്ക് മുട്ടാത്ത രീതിയിൽ ഒരു 60 സെന്റിമീറ്റർ ഹൈറ്റിൽ, നമ്മുടെ ടോപ്പ് ബോക്സിന്റെ ലെവലിൽ നിന്നും ഒരു 60 സെന്റിമീറ്റർ കൂടി ഹൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ലോഫ്റ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഹൈറ്റിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ ഇതിന്റെ ഇൻസൈഡിലുള്ള ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിന് നല്ല ഗ്ലാസ് എല്ലാം കൊടുത്ത് മനോഹരമായിട്ട് ഇവിടെ ക്രോക്കറി GTPT എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അലുമിനിയത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അതിന്റെ ഒരു ഫിനിഷിങ് നല്ല സുന്ദരമായിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം, എല്ലാ ബെഡ്റൂമുകളും നല്ല വലിയ വിശാലമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 12 സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത് 5-6.25 സൈസിലുള്ള കോട്ടാണ്. അതും തടിയിൽ ചെയ്ത് ബാക്കിൽ കുഷൻ എല്ലാം കൊടുത്തിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലുള്ള രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അലുമിനിയം ഫിനിഷിൽ തന്നെ ഒരു 4 ഡോറിലുള്ള വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് കൂട്ടത്തിൽ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഇതും 12 സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു പാരന്റ്സ് ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് 3 ഡോറിലാണ് അലുമിനിയം ഫിനിഷിൽ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലോഫ്റ്റും ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5-6.25 സൈസിലുള്ള ഒരു ബെഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വുഡില് കുഷൻ എല്ലാം കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 3 ഡോർ വാർഡ്രോബ് ഉണ്ട്, ഒരു ഓപ്പൺ ഷെൽഫ് ഉണ്ട്, ഒരു മിററും കൂടി കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോസ്റ്റിൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അലുമിനിയം ഫിനിഷിലുള്ള വാർഡ്രോബ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചകൾ നമ്മൾക്ക് വരുന്ന സമയത്ത് നല്ല ലോങ് ടൈപ്പിൽ ഒരു ബോക്സ് ടൈപ്പിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ബോക്സ് ടൈപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ എക്സ്റ്റീരിയർ കാണുമ്പോൾ നല്ല സുന്ദരമായ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിനോടനുബന്ധിച്ച് സിറ്റ് ഔട്ടിൽ ഒരു ബ്ലോക്കിംഗ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് സിറ്റ് ഔട്ടാണ്. അതിന് 3 ചെയറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഗ്രീനറി എലമെന്റ് കൂടി ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കാരണം സുന്ദരമായ ഒരു ഫീലാണ് ഇതിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്.